വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, ഈ പെരുന്നാൾ അവധി റദ്ദാക്കിയത് UDF വലിയ പ്രചാരണ ആയുധമാക്കുമ്പോൾ അതിനെങ്ങനെയാണ് LDF പ്രതിരോധിക്കുന്നത്? ഇന്ന് സ്ഥാനാർത്ഥികളുടെ പ്രചരണം എവിടങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു? നിലമ്പൂരിൽ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ പെരുന്നാൾ അവധി സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടാവുന്നത്. പെരുന്നാൾ അവധി, ഇന്നത്തെ അവധി വളരെ പെട്ടെന്ന് ഇന്നലെ റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നതാണ് വലിയ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. കാരണം നേരത്തെ തന്നെ പെരുന്നാൾ തീരുമാനിച്ചാണ്. ചൊവ്വാഴ്ച തന്നെ പെരുന്നാൾ ശനിയാഴ്ച ആയിരിക്കും എന്നുള്ള കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ ഡിക്ലറേഷൻ 27-ാം തീയതി തന്നെ വന്നതാണ്. അപ്പോൾ പോലും മാറ്റാതെ വളരെ പെട്ടെന്ന് വ്യാഴാഴ്ച തന്നെ വെള്ളിയാഴ്ചത്തെ അവധി റദ്ദാക്കിയതോടുകൂടിയാണ് അധ്യാപകരും ജീവനക്കാരൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്കായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം നിൽക്കുമ്പോൾ തന്നെ മുസ്ലിം സംഘടനകളും അതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. മുസ്ലിം സംഘടനകൾ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ആവശ്യം ഉന്നയിച്ചതാണ്. കാരണം പെരുന്നാളിന് പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് 3 ദിവസമെങ്കിലും അവധി കൊടുക്കണം. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ പോയി വരുന്നവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവധികൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ പെട്ടെന്നുള്ള ഈ മാറ്റം പിൻവലിക്കണമെന്ന് അവരെല്ലാം ആവശ്യപ്പെട്ടു. കോൺഗ്രസും ഇക്കാര്യത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകരുതെന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ഇന്നലെ രാത്രിയോട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവധി പുനഃസ്ഥാപിച്ചു. അത് വെള്ളി എന്നും അവധിയാണെന്നുള്ള രീതിയിൽ പുനഃസ്ഥാപിച്ചുവെങ്കിൽ പോലും അത് വലിയൊരു തെരഞ്ഞെടുപ്പ് ചർച്ചയായി മാറി. ഇന്നലെ വലിയ പ്രതിരോധത്തിലായിരുന്നു. ഇന്നലെ ആരും സർക്കാർ ഭാഗത്ത് ആരും വലിയ തോതിൽ പ്രതികരണത്തിലേക്ക് വന്നിരുന്നില്ല. ഇന്ന് അവധി പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം വന്നിട്ടുണ്ട്. സ്വരാജ് സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് മറ്റ് വിഷയങ്ങളിലേക്ക് പോകാതെ, വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ വർഗീയ വിഷയങ്ങളിലേക്ക് UDF ചർച്ച കൊണ്ട് പോവുകയാണ്. അവരെ അത്തരത്തിലുള്ള വിഭാഗീയ പ്രചാരകർക്ക് മറുപടിയില്ലാത്ത രീതിയിലുള്ളൊരു പ്രതികരണമാണ് സ്വരാജ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഏറെക്കുറെ ഇക്കാര്യത്തിലൊരു ശാന്തത വന്നിരുന്നു. അതേസമയം ഉണ്ടായ വലിയ പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് അത്തരം തീരുമാനം ഉണ്ടായത് എന്നൊരു വസ്തുതയുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥികളുടെ പര്യടനം ഇന്ന് എത്രത്തോളം ആവേശകരമായി തന്നെയാണ് തുടരുന്നത്? ഇന്ന് മുതിർന്ന നേതാക്കൾ, ഇരു മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ആരൊക്കെ മണ്ഡലത്തിലുണ്ട്? ഇന്ന് UDF-നെ സംബന്ധിച്ചോളം ഇന്നും നാളെയും പര്യടന പരിപാടികൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. പെരുന്നാളോടനുബന്ധിച്ച് ഒരു ദിവസം നടത്തിൽ തന്നെ പര്യടന പരിപാടികളില്ല. അതേസമയം സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ കൂടിക്കാഴ്ചയ്ക്കാണ് കൂടുതലും ഇന്ന് സമയം കണ്ടെത്തിയത്. അതേസമയം നാളെ പെരുന്നാളായതുകൊണ്ട് തന്നെ വീട്ടിൽ കുറച്ചുകൂടി സമയം ചെലവഴിക്കണമെന്നുള്ള രീതിയിലാണ് ആര്യാടൻ മുഹമ്മദിന്റെ പരിപാടികൾ. അതുകൊണ്ട് തന്നെ മറ്റ് നേതാക്കളാരും തന്നെ UDF-ന് മണ്ഡലത്തിൽ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ രാവിലെ ഉണ്ടായത് അവരൊക്കെ തന്നെയും തെന്നലയുടെ മരണത്തോടുകൂടി അറിഞ്ഞോടുകൂടി അവരും തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ CPM അതിൻ്റെ ഇന്നത്തെ പര്യടന പരിപാടി പൂർണ്ണമായി ഇന്ന് ഫുൾ ഡേ പ്രചരണ പരിപാടി അവർ തുടങ്ങുന്നുണ്ട്. കാരണം അവർ സ്ഥാനാർത്ഥി നിർണ്ണയം ആര്യാടൻ ഷൗക്കത്തിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ ഒരു ദിവസം നടത്തത്തിൽ തന്നെ അവരിന്നും പരിപാടി നടക്കുന്നുണ്ട്. 3 പഞ്ചായത്തുകളിലായി സ്വരാജിന്റെ പര്യടനം നടക്കുന്നുണ്ട്. രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. പര്യടന പരിപാടികളെ മുന്നോട്ട് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗവും ഈ മണ്ഡലത്തിന്റെ ചുമതലയുമുള്ള വിജയരാഘവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഏതായാലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് സ്ഥാനാർത്ഥിയുടെ ശ്രമം. അതോടൊപ്പം തന്നെ പ്രചരണ പരിപാടികൾ, ഓരോ മണ്ഡലം പഞ്ചായത്ത് തരത്തിലുള്ള പ്രചരണ പരിപാടികൾ, അവലോകനങ്ങൾ, അതോടൊപ്പം തന്നെ പ്രധാന വ്യക്തികളുടെ കൂടിക്കാഴ്ച തുടങ്ങിയവയ്ക്കാണ് നേതാക്കൾ സമയം കണ്ടെത്തുന്നത്. എന്തായാലും ഒരുപക്ഷെ നാളെ പെരുന്നാളിന്റെ പിന്നെ അതിന്റെ ഒരു ആഘോഷത്തിലും മറ്റുമൊക്കെ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക. തുടർന്ന് അങ്ങോട്ട് പെരുന്നാൾ കഴിഞ്ഞ ശേഷം ഞായറാഴ്ച മുതൽ വീണ്ടും അതൊരു വേഗതയിലേക്ക്, വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം വരെ അവസാന ഘട്ടത്തിലേക്ക് ഒരു വേഗതയിലേക്ക് മാറുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനിടെ അസ്ലം, അൻവറിന്റെ പ്രചാരണം നോക്കുമ്പോൾ ഇന്നിപ്പോൾ JDS നേതാവ് ഇസ്മായിൽ അരഞ്ഞിക്കൽ TMC-യിൽ ചേർന്നിട്ടുണ്ട്, അൻവറിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്. കൂടുതൽ പ്രവർത്തകർ അതിന് പിന്നാലെ എത്തുമെന്നാണോ അൻവറിന്റെ പ്രതികരണം? എത്രത്തോളം അൻവറിന്റെ പ്രചാരണം സജീവമാണ് മണ്ഡലത്തിൽ? നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ തന്നെ അടർത്തിയെടുത്തുകൊണ്ടാണ് PV അൻവർ തന്റെ ഇന്ന് ഒരു LDF-ന് ഒരു ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നത്. UDF നേരത്തെ പറഞ്ഞതുപോലെ PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ ആഘാതം ഉണ്ടാക്കുക LDF-നാണ് എന്നുള്ള UDF-ന്റെ ഒരു വാദം ഒരുപക്ഷെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായത്. കാരണം ഒരു LDF കൗൺസിലറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം കുറച്ച് പ്രവർത്തകരുമാണ് തൃണമൂലിലേക്ക് ചേർന്നത്. ഇത്തരത്തിൽ പല സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തും. ഇനിയും പല ആൾക്കാരും പാർട്ടിയിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് അവരുടെ വോട്ട് തേടിയുള്ള പ്രചരണം വളരെ കുറവായിരുന്നു. ഇന്നലെ മുതലാണ് അത് ആരംഭിച്ചത്. ഇന്നും പഞ്ചായത്ത് തലങ്ങളിൽ ഓഫീസ് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും LDF-ന്റെയും UDF-ന്റെയും വോട്ടുകൾ അത് കട്ട് ചെയ്യുക, അത് പരമാവധി വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് കൃത്യം 25,000 വോട്ടുകളെങ്കിലും സമാഹരിക്കണം എന്നൊരു തീരുമാനത്തിലാണ് PV അൻവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിനുവേണ്ട ശ്രമങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്.
മൂന്നുപേരും വളരെ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട്. പുതിയ ആൾക്കാരെ, കൂടുതൽ പ്രവർത്തകരെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസമാണ് PV അൻവർ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. യെസ്, എന്തായാലും പ്രചാരണ രംഗത്ത് സജീവമാണ് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രവർത്തകരും. LDFും UDF സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ PV അൻവറും മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അൻവറിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് JDS നേതാവായ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ തന്നെ TMCയിൽ ചേർന്നിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഒപ്പമുണ്ടാകും എന്നാണ് അൻവറിന്റെയും പ്രതികരണം. മുഹമ്മദ് അസ്ലമാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്ത